അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ഇവിടെ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിച്ച റവയും കടലപ്പൊടിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ റവയും കടലപ്പൊടിയും വെച്ചിട്ടുള്ള നല്ലൊരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റവ എടുക്കാം. അപ്പോൾ അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് കടലപ്പൊടിയും എടുക്കുക. എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കടലപ്പൊടിയും റവയും രണ്ടും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഉപ്പ് ചേർത്തി ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇപ്പോൾ 2 ഗ്ലാസ്സായി റവ, ഒരു ഗ്ലാസ് കടലപ്പൊടി, ഒരു ഗ്ലാസ്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടു. എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ എടുക്കി വെക്കും. അപ്പോൾ ഈ ഒരു പരുവാണി മാവ് വേണ്ടത്. എന്നിട്ട് നമുക്കത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കി വെച്ചാൽ നല്ല ഒന്ന് നമ്മൾ മാവൊക്കെ കുഴക്കണ ആ ഒരു പരുവാണ് വരെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഇളക്കി വേവിക്കാം. വെള്ളമൊക്കെ പറ്റി നല്ല ഒന്ന് ചപ്പാത്തി മാവിൻ്റെ ഒരു പരിവാവണം. കുഴച്ചെടുക്കൂല നമ്മൾ മാവൊക്കെ അതുപോലെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മല്ലിയില, പച്ചമുളക് ഒക്കെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടിയും നുള്ള് ഗരം മസാലപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തതാണല്ലോ, അപ്പം ഇനി ഉപ്പ് ഇപ്പോൾ വേണ്ട. ചേർത്താത്തവരാണെങ്കിൽ ഈ സമയത്ത് ചേർത്തി കൊടുക്കുക. പിന്നെ ചാറ്റ് മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഒന്ന് കുഴച്ചെടുക്കുക. ഈ ചേരുവകളൊക്കെ എല്ലായിടത്തും എത്തണ മാതിരിയൊക്കെ നല്ലൊന്ന് കുഴച്ചിട്ട് ബോളാക്കി എടുക്കുക. ഞാൻ നല്ല കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്ന് ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് എടുത്താൽ മതി. ഇനി അത് മുഴുവനായിട്ട് ഇതേപോലെ ബോളാക്കി എടുക്കാം. മുഴുവനായിട്ടും ഇത് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നല്ല ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ഗോൾഡൻ കളറാണ് വരെ വറുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇതുപോലെ ഞാൻ മുഴുവനായിട്ടും റെഡിയാക്കി എടുക്കട്ടെ. ഞാൻ മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റവയും കടലമാവും വെച്ചിട്ടുള്ള അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും റെഡിയാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. പിന്നെ ഇത് നമ്മൾ ചട്നീൻ്റെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചട്നിയിലൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലിലേക്കും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാവാതെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.